3 മാസക്കാലം മുമ്പ് പ്രോഫ്കോൺ അതിൻ്റെ പ്രഖ്യാപനം ബാംഗ്ലൂരിൽ വെച്ച് നിർവഹിച്ചതിന് ശേഷം ഇന്ന് വരെ ക്യാമ്പസുകളിൽ ഒരു വിശ്രമവുമില്ലാതെ അൽഹംദുലില്ലാ വിദ്യാർത്ഥികളിലേക്ക് നന്മയെ എത്തിക്കാൻ, അവരിലെ തിന്മകളെ അവർക്ക് തിരിച്ചറിയാൻ അവരെ പ്രേരിപ്പിക്കാൻ പ്രോഫ്കോണിൻ്റെ പ്രവർത്തനങ്ങൾ സാധിച്ചു. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് അത് തുടരുകയാണ്. ക്യാമ്പസുകൾ അതിനി മുന്നോട്ട് പോകുന്തോറും വ്യത്യസ്ത രൂപത്തിലുള്ള തിന്മകൾ ക്യാമ്പസ് വിദ്യാർത്ഥികളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് തീർച്ചയാണ്. ഇന്ന് ഒരുപക്ഷെ ഡ്രഗ്സിൻ്റെ രൂപത്തിലായിരിക്കാം അത് നമ്മൾ കാണുന്നത്. ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിൽ ലക്ഷ്യബോധമില്ലാതെ താൻ പഠിക്കുന്നത് എന്തിനാണ്, ഇതിനുശേഷം എന്താവാനാണ്, എന്താണ് ഒരു 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് എന്ന് പോലും ചിന്തിക്കാതെ ലഹരിയുടെ മായിക വലയത്തിൽ അകപ്പെടുന്ന ഒരുപാടധികം വിദ്യാർത്ഥികൾ. ഇതുപോലെ റാഗിങ്ങിൻ്റെ അതിപ്രസരം, ആൺ പെൺ വേർതിരിവ്, അതിനിടയിലുള്ള ആ ചെറിയ നേർത്ത വര, അത് നേർത്ത് പോകുന്ന, അതിനൊരു കനവും വരാത്ത രൂപത്തിൽ എന്താണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പോലും തിരിച്ചറിയാതെ ധാർമ്മികതയുടെയോ സദാചാരത്തിൻ്റെയോ യാതൊരു നിലയ്ക്കുമുള്ള തൊട്ടുതീണ്ടലുകളുമില്ലാതെ ക്യാമ്പസിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നന്മയുടെ വക്താക്കളായി മാറാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ പ്രോഫ്കോണുകൾക്ക് എന്നും സാധിച്ചിട്ടുണ്ട്.